പ്രിയരെ, 142 സങ്കീർത്തനം അതിന്റെ 1-ാമത് വാക്യം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. നമുക്കറിയാം, ഈ ദാവീദ് ശൗലിനെ പേടിച്ച്, ശത്രുവിനെ ഭയപ്പെട്ട് ഏൻഗതിക്കകത്തും ഗുഹയ്ക്കകത്തും അതുല്ല ഗുഹയ്ക്കകത്തൊക്കെ പോയി പാർത്ത സമയം നമുക്കറിയാം. വീട്ടിലിരിക്കാൻ കഴിയാത്തതുപോലെ, മറ്റുള്ളവർ കാണെ ഒരിടത്ത് സ്വസ്ഥമായിരിക്കുവാൻ കഴിയാത്തതുപോലെ, ശത്രുവിനെ ഭയപ്പെട്ട്, ഒരു രോഗത്തെ പ്രശ്നത്തെ ഭയപ്പെട്ട്, സാമ്പത്തിക തകർച്ചകളെ ഭയപ്പെട്ട്, കടക്കാരെ ഭയപ്പെട്ട്, അത് ഏതെങ്കിലും നിലകളിലായിക്കൊള്ളട്ടെ, ഭയപ്പെട്ട് മറ്റുള്ളവർ കാണാൻ കഴിയാതെ എനിക്കൊരു മറ ആവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുകയാണ്, എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല, മനുഷ്യനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ലോകത്തെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, ഞാനൊരു പ്രശ്നത്തിന്റെ നടുവിലാണ് എന്നോർത്ത് ഭാരപ്പെടുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഗുഹയ്ക്കകത്ത് ശത്രുവിനെ ഭയപ്പെട്ട് ഇരുന്നവനെ ഗുഹയ്ക്കകത്ത് എന്നേക്ക് ഇരുത്താൻ ദൈവം അനുവദിച്ചില്ല. അതിനകത്തും തമ്പുരാൻ പുറത്തു കൊണ്ടുവന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശു കർത്താവ് ലാസർ, ബെഥാനിയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു ചെല്ലുമ്പോൾ, ആ ലാസർ മരിക്കുന്നതും ദീനമായി കിടക്കുമ്പോൾ അറിയിക്കുന്നു, യേശു വന്നില്ല. അതുപോലെ തന്നെ മരിച്ച സമയത്ത് യേശു വന്നില്ല. 4 നാൾ അടക്കം ചെയ്തു, വന്നില്ല. 4 നാളായി നാറ്റം വെച്ചു. യേശു കർത്താവ് ആ സമയത്ത് അവിടെ വന്നു. ആ ലാസറിനെ വെച്ചതും ഒരു ഗുഹയ്ക്കകത്താണ്. മാത്രമല്ല, യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, യേശുവിന്റെ കല്ലറയും ഒരു കുഴിയാണ്, അതായത് ഒരു കല്ലറയ്ക്കകത്താണ് വെക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ലാസർ ഒരു ഗുഹയ്ക്കകത്ത്, ഒരു കുഴിക്കകത്ത്, ഒരു കല്ലറയ്ക്കകത്ത് ഒതുങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നാറ്റം വെച്ചാലും അവനെ നന്മയ്ക്കാക്കി പുറത്തു കൊണ്ടുവരും. ഒറ്റപ്പദം, യേശു ലാസറിനെ വിളിച്ചു, ലാസറേ പുറത്തു വരിക. ദാനിയേൽ ഒരു സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തായിരുന്നു. അത് അവനെ ഇട്ട് കളഞ്ഞതും ഒരു ഗുഹയ്ക്കകത്ത് തന്നെയായിരുന്നു. പക്ഷെ എന്നേക്കും അതിനകത്ത് ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്ത് നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. ദൂത്, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഒരിടത്ത് ഒതുങ്ങണമെന്നും നിന്നെ ഒരിടത്ത് ഒതുക്കി കളയുമെന്നും, ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എനിക്ക് പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് തീരാൻ പോകുന്നു എന്ന് പറയുന്നിടത്തുന്നു ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഈ വചനം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.